ആയി ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം. ഒന്നും പറയാതിരിക്കാൻ ടി വിക്ക് മെജോറിറ്റി ഇല്ല. 108 സീറ്റ് വലിയ പാർട്ടി ആയാലും അവിടെ വിജയിൻ്റെ പാർട്ടി ടി വിക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കോൺഗ്രസ്സിന് 5 MLA ഇനിയിപ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്താൽ 113 112 ആവും. പക്ഷെ വിജയ് അവിടെ 2 സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട്, 2ഇടത്തും വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് രാജിവെക്കുമ്പോൾ 112 പക്ഷേ അവിടെ IUML CPI CPIM അവർക്ക് 6 സീറ്റ്. പക്ഷെ അവർ അങ്ങോട്ട് പോകാൻ റെഡിയില്ല. എവിടെ വിജയിൻ്റെ കൂടെ. ഇപ്പോൾ DMK പറയുന്ന കോൺഗ്രസ്സിന് എന്താ പറയുന്നത്, ചതിച്ചത്. പക്ഷെ ചതിച്ചത് കോൺഗ്രസ്സിലെ DMK ആണ് ചതിച്ചത്. മുന്നേ കോൺഗ്രസ്സിന് 5 വർഷത്തിൽ ഒരു മന്ത്രിസ്ഥാനം പോലും അവിടെ കൊടുത്തിട്ടില്ല. DMK കൊടുക്കാത്തത് എന്താ? അവിടെ ചതിച്ചത് കോൺഗ്രസ് അല്ല, DMK ആണ് കോൺഗ്രസ്സിനെ ചതിച്ചത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് വിജയിൻ്റെ കൂടെ പോലും ഒരു തെറ്റുമില്ല. പക്ഷേ വിജയിൻ്റെ കൂടെ പോയതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് അവിടെ നല്ല നിലയിൽ വിജയ് ഗവൺമെൻറ്റിനെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സ്വന്തം വിചാരണ. അതുപോലെ അവിടെ വിജയ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് വർഗീയത പാർട്ടീൻ്റെ കൂടെ ഞങ്ങൾ കൂടാൻ റെഡിയില്ല. AIDMK BJP വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ കോൺഗ്രസ് ഒരു ജാത്യാതീത പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അല്പസംഖ്യ ദീനദലിതർ അങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരം ചെയ്യുന്നൊരു പാർട്ടിയാണ് ഏത് കോൺഗ്രസ്. അപ്പോൾ അവരുടെ കൂടെ അവരെ അതുകൊണ്ടാണ് ഞങ്ങൾ ജനിച്ചതെന്നാണ് വിജയ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് TVക്ക് കോൺഗ്രസ് ഗവൺമെൻറ് ആരൊക്കെ പോകില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ AIDMK പിളർപ്പാവുമ്പോഴാണ് 47-30 പേര് ഇപ്പോൾ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പോയാലും അവർക്ക് ഇപ്പോൾ അവിടെ നിയമവിരുദ്ധമാവാൻ പറ്റില്ല. 30 ആൾ പോയാൽ നിയമവിരുദ്ധമാവില്ല. ഒരു 10 ആൾ 20 പേര് പോയാൽ അവർ നിയമവിരുദ്ധമായി അത് കോർട്ടിൽ പോയി അവർ അയോഗ്യരാകും MLA. പക്ഷെ 30 പേരൊക്കെ വന്ന് അയോഗ്യരാക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ട്വിസ്റ്റ്. നോക്കാം എന്തൊക്കെ ട്വിസ്റ്റ് നടക്കും, കാത്തിരുന്ന് കാണാം.